നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഓർമ്മ വരുന്നത് ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റും സ്റ്റോക്ക് മാർക്കറ്റും മാത്രമാണ്. പക്ഷേ ഇതല്ലാതെ വേറെയും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിലൊന്നാണ് കോർപ്പറേറ്റ് ബോണ്ട്സ്. ഒരു കമ്പനിക്ക് പണം ആവശ്യമുള്ളപ്പോൾ അവർക്ക് വേണമെങ്കിൽ ബാങ്കിൽ നിന്നും പണം കടം വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇക്വിറ്റി വെച്ച് ഫണ്ട് റേസ് ചെയ്യുകയോ ചെയ്യാം. എന്നാൽ ഈ രണ്ട് ഓപ്ഷനും താല്പര്യമില്ലാത്ത ഒരു കമ്പനി നമ്മളെ പോലുള്ള സാധാരണക്കാരിൽ നിന്നും പണം കടം വാങ്ങും. ഇതിനെയാണ് കോർപ്പറേറ്റ് ബോണ്ട്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ലൈഫ് ലോങ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഒരു നിശ്ചിത ടൈം പീരീഡിലേക്ക് ഒരു നിശ്ചിത ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും പണം കടം കൊടുക്കുന്നത്. കോർപ്പറേറ്റ് ബോണ്ട് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രെഡിറ്റ് റേറ്റിംഗ് AAA ആയിരിക്കണം. ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും എന്നൊരു ഡൗട്ട് ഉണ്ടല്ലേ? നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ട്രേഡിംഗ് ആപ്പ് ഉപയോഗിച്ച് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. കോർപ്പറേറ്റ് ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്? നമ്മൾ ബാങ്കിൽ FD ഇടുന്നതിന് കിട്ടുന്ന റിട്ടേൺ 6 മുതൽ 7% വരെ മാത്രമാണ്. എന്നാൽ കോർപ്പറേറ്റ് ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് FD ഇടുന്നതിന്റെ ഇരട്ടി റിട്ടേൺ കിട്ടും. അതും ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആയ 8 മുതൽ 14% വരെ. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, സ്റ്റോക്ക് മാർക്കറ്റിനേക്കാൾ റിസ്ക് വളരെ കുറവാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പണമിടപാടുകൾ നടത്താൻ താല്പര്യമില്ലാത്ത ഏതൊരു വ്യക്തിക്കും കോർപ്പറേറ്റ് ബോണ്ട്സ് കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ലക്കാണ്, ചിലപ്പോൾ കിട്ടും എന്ന് കരുതുന്നവർക്കും ഇത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് സ്റ്റോക്ക് മാർക്കറ്റിനേക്കാൾ സേഫ് ആയ ഒന്നാണ്. ഇനി ഇതിനെ പേ ചെയ്യേണ്ട ടാക്സിനെ കുറിച്ച് നോക്കാം. ഹോൾഡിംഗ് കാലാവധി 3 വർഷത്തിൽ കുറവാണെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് സ്ലാബ് റേറ്റ് അനുസരിച്ചും 3 വർഷത്തിൽ കൂടുതലാണെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റിന് ശേഷം 20% ആണ് ടാക്സ് വരുന്നത്. റിസ്ക് കുറവുള്ള, റിട്ടേൺ കൂടുതലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനെ കുറിച്ച് അറിയാൻ ഞങ്ങളെ ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ.